ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് ഹരി ഗോവിന്ദ് ചേരുകയാണ്. ഹരി, അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അമേരിക്കയോ ചൈനയോ എന്നൊരു ആകാംക്ഷ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇറ്റലിയും അമേരിക്കയും തമ്മിലുള്ള വനിതാ വോളിബോൾ മത്സരം നടക്കുന്നു. ആദ്യ 2 സെറ്റുകൾ ഇറ്റലി നേടിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ചങ്കിടിപ്പ് കൂടുകയാണ്. എന്താണ് അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷ് ആണല്ലോ? തീർച്ചയായും മഹേഷ്, ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് ഈ പാരീസ് ഒളിമ്പിക്സ് നീങ്ങുന്നത്. ആര് ജേതാക്കളാകുമെന്നറിയാൻ നമുക്കിന്ന് രാത്രി വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ തുടർച്ചയായ 4ാം ചാമ്പ്യൻ പട്ടം ലക്ഷ്യമിട്ടാണ് അമേരിക്ക ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ മുന്നിലുള്ളത് ചൈനയാണ്. 39 സ്വർണ്ണമാണ് ചൈനയ്ക്കുള്ളത്. അതോടൊപ്പം 27 വെള്ളിയും 24 വെങ്കലവുമായി 90 മെഡലുകളുമായി ചൈന നിലവിൽ 1ാം സ്ഥാനത്തുണ്ട്. 2ാം സ്ഥാനത്തുള്ള അമേരിക്ക 38 സ്വർണം, 42 വെള്ളി, 43 വെങ്കലം ഉൾപ്പെടെ 123 മെഡലുകളാണ് അമേരിക്കയ്ക്കുള്ളത്. 123 മെഡലുകൾ ഉണ്ടെങ്കിൽ പോലും സ്വർണത്തിന്റെ കണക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഗോൾഡ് മെഡൽ ലക്ഷ്യമിട്ട് തന്നെയാണ് അമേരിക്ക ഇന്ന് ഇറങ്ങുന്നത്. 3 മത്സരങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്വർണം ചൂടാനായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തുടർച്ചയായ 4ാം തവണയും ചാമ്പ്യന്മാരാവാം. നിലവിൽ നടക്കുന്ന വോളിബോൾ മത്സരത്തിൽ ഇറ്റലിയോട് 2 സെറ്റിന് പിന്നിൽ നിൽക്കുകയാണ് അമേരിക്ക. അതിൽ ഇനിയുള്ള 3 സെറ്റുകൾ ഒരു വലിയ തിരിച്ചുവരവ് നടത്തി കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ തന്നെ അമേരിക്കയ്ക്ക് ചാമ്പ്യൻ പട്ടം ഉറപ്പിക്കാൻ കഴിയും. അതല്ല എങ്കിൽ ഇന്ന് ഒരു റെസ്ലിംഗ് മത്സരം നടക്കാനുണ്ട്. കെന്നഡി ബ്ലേഡ്സ് ഇറങ്ങുന്നുണ്ട്. ജപ്പാൻ താരത്തോടാണ് മത്സരം. അതിലൊരു സ്വർണ്ണ മെഡൽ ലക്ഷ്യമിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു മെഡലിൽ മുത്തമിടാൻ സാധിച്ചാൽ പോലും അമേരിക്കയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ കിരീടം ചൂടാൻ ഈ ഒളിമ്പിക്സിൽ കിരീടം ചൂടാൻ സാധിക്കും. ഈ 2 മത്സരങ്ങളിലും ഒരു ശുഭകരമായ ഫലമല്ലെങ്കിൽ ഇന്ന് രാത്രി അമേരിക്കയ്ക്ക് മറ്റൊരു മത്സരമുണ്ട്. അതിൽ അമേരിക്കയ്ക്ക് ആ ഒരു പ്രതീക്ഷ കൂടി നിലനിർത്താനായി കഴിഞ്ഞാൽ ഇന്ന് എന്തായാലും അമേരിക്കയ്ക്ക് സ്വർണം ചൂടി ഈ കിരീടം ചൂടാൻ സാധിക്കും. ചൈന നിലവിൽ ഇന്ന് ചൈനയ്ക്ക് ഫൈനൽ മത്സരങ്ങളോ നിലവിലൊന്നുമില്ല. ചൈനയുടെ ഗോൾഡ് നേട്ടം 38 നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കാണ് ഇപ്പോൾ ഒരു ചെറിയ മുൻതൂക്കമുള്ളത്. 3 മത്സരത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്വർണം ചൂടുക എന്നൊരു ലക്ഷ്യം തന്നെയാവും അമേരിക്കയ്ക്ക് ഉണ്ടാവുക. മഹേഷ്, യെസ്, അതാണ് അപ്പോൾ ഹരി ഗോവിന്ദ് പറയുന്നത്. 2 മത്സരങ്ങളുണ്ട്, 2ലും അമേരിക്ക ഫൈനലിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡിന് പിന്നിലാണ്, ചൈന ഒരു ഗോൾഡിന് മുന്നിലാണ്. 38-39 ഗോൾഡുമായി ചൈന മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഇനിയുള്ള 2 മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു സ്വർണ്ണ മെഡൽ ഉറപ്പിക്കാനായാൽ അമേരിക്കയ്ക്ക് ചാമ്പ്യന്മാരാകാം. അതല്ലെങ്കിൽ തുടർച്ചയായി 5ാം തവണ എന്ന കിരീട നേട്ട സ്വപ്നം അത് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും പാരീസിൽ. ഇപ്പോൾ നമുക്ക്